ആത്മീയ ചികിത്സയുടെ നല്ല വശവും അതോടൊപ്പം തന്നെ അതിൻ്റെ ചീത്ത വശവും വളരെ തന്മയത്വത്തോടുകൂടെ നല്ല ഭാഷയിൽ ലളിതമായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയ ഒരു പുസ്തകമാണ് ആത്മീയ കലാപങ്ങൾ. ഇതെന്താണ് യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തൊട്ടറിയ, ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഡെഫിനിഷൻ. അപ്പൊ അതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഈ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മറ്റൊരു മനുഷ്യന്റെ ആത്മാവിനെ തൊടുന്ന ചികിത്സയാണ് എന്ന് പറയുന്നുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സാമൂഹ്യ സേവനത്തിന്റെയും സാഹിത്യ പ്രവർത്തനങ്ങളുടെയും സംഗമമായി ഷെരീഫ തങ്ങളുടെ പുസ്തക പ്രകാശനവും ധനസഹായ വിതരണവും നടന്നു. പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പാണക്കാട് മൊയ്യീൻ അലി ശിഹാബ് തങ്ങൾ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും അന്ധവിശ്വാസങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവയെ വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് ഷെരീഫ തങ്ങൾ രചിച്ച ആത്മീയ കലാപങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ധനസഹായ വിതരണവുമാണ് പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ നടന്നത്. തങ്ങൾ കുടുംബാംഗവും എഴുത്തുകാരിയും ആത്മീയ ചികിത്സകയുമായ ഷെരീഫ തങ്ങൾ രചിച്ച ആത്മീയ കലാപങ്ങൾ എന്ന പുസ്തകത്തിൽ ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. പാണക്കാട് സയ്യിദ് മൊയ്യീൻ അലി ശിഹാബ് തങ്ങൾ പുസ്തക പ്രകാശനം നിർവഹിച്ചു. മനുഷ്യന്മാരെ കാണുവാനും മനസ്സിലാക്കുവാനും മാനവികമായിട്ട് ചിന്തിക്കുവാനും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ. അതെല്ലാം നമ്മൾ നിയത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള രംഗത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. OM കരുവാരക്കുണ്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി OM കരുവാരക്കുണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ മൊയ്യീൻ അലി ശിഹാബ് തങ്ങൾ OM കരുവാരക്കുണ്ടിനെ ആദരിക്കുകയും ചെയ്തു. പുസ്തക പരിചയം അബു ഇരിങ്ങാട്ടിരി നിർവഹിച്ചു. ആത്മീയ ചികിത്സയുടെ നല്ല വശങ്ങളും അതിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ് ആത്മീയ കലാപങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ അത്തരമൊരു കാലഘട്ടത്തില് ആത്മീയ ചികിത്സയുടെ നല്ല വശവും അതോടൊപ്പം തന്നെ അതിൻ്റെ ചീത്ത വശവും വളരെ തന്മയത്വത്തോടുകൂടെ നല്ല ഭാഷയിൽ ലളിതമായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയ ഒരു പുസ്തകമാണ് ആത്മീയ കലാപങ്ങൾ. ഇതില് എല്ലാവിധ സംശയങ്ങൾക്കുള്ള മറുപടിയും നമുക്ക് ധാരണയില്ല ചില രോഗങ്ങൾക്കുള്ള മരുന്നും ഈ പുസ്തകത്തിലുണ്ട് എന്നും കൂടെ പറയും. മുഖ്യപ്രഭാഷണവും ധനസഹായ വിതരണവും സയ്യിദ് ഷബീൽ തങ്ങൾ നിർവഹിച്ചു. ഷെരീഫ തങ്ങളുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പറയാനുണ്ട് എന്ന ആത്മകഥയുടെ വിൽപ്പനയിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്ന് 2 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന്റെ ആദ്യ ഘടവും ചടങ്ങിൽ കൈമാറി. ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ആത്മീയ കലാപങ്ങൾ രചിച്ചതെന്ന് ഷെരീഫ തങ്ങൾ പറഞ്ഞു. യഥാർത്ഥ ആത്മീയത മനുഷ്യന്റെ ആത്മാവിനെ സ്പർശിക്കുന്നതാണെന്നും ആത്മീയതയെ വ്യാപാരമാക്കുന്ന പ്രവണതകൾക്കെതിരായ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമാണ് പുസ്തകത്തിൽ പങ്കുവച്ചിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ഒന്നിന്റെ ആത്മകഥയാണ്, രണ്ടാമത്തിന്റെ ഓർമ്മക്കുറിപ്പാണ്. അതില് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒരു ആത്മകഥ എന്ന് പറയുമ്പോൾ എന്നിൽ മാത്രം ഒതുങ്ങണില്ല. ഞാൻ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, എന്നിലേക്ക് എത്തിയ മനുഷ്യര്. ആത്മീയത എന്താണ്, യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തൊട്ടറിയ, ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഡെഫിനിഷൻ. അപ്പൊ അതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഈ ചൂഷണങ്ങൾ, ആത്മീയ ചൂഷണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരും പല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മീയ വ്യാപാരങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ തങ്ങന്മാര്, മൂല്യന്മാര് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നല്ല. എല്ലാവർക്കും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ആത്മീയതനെ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എൻ്റെ ഒരു കാഴ്ചകളിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ ഞാൻ കണ്ടത്, അറിഞ്ഞത്, എന്നിലേക്ക് എത്തിയ മനുഷ്യര് എല്ലാവരും ഉള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ എഴുതും. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എഴുതും. പിന്നെ ക്രൈം റിപ്പോർട്ട് ഇവിടെ ആലുവയിലുള്ള കുറെ മുമ്പ് എഴുതിയിരുന്നു, സ്റ്റുഡന്റ് വോയിസിൽ. അങ്ങനെ പിന്നെ ലൈഫിൽ കുറച്ച് ട്രാജഡികളൊക്കെ വന്നപ്പോൾ മാറിയിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലായി. അങ്ങനെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒരു മെന്റൽ തെറാപ്പി കൂടിയാണല്ലോ. പുസ്തകം ആത്മീയ ചികിത്സയെ എതിർക്കുന്നതല്ലെന്നും അതിന്റെ പേരിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെയും ചൂഷണങ്ങളെയും തുറന്നുകാട്ടുന്നതാണെന്നും OM കരുവാരക്കുണ്ട് അഭിപ്രായപ്പെട്ടു. ഷെരീഫ തങ്ങളുടെ ആത്മീയ കലാപങ്ങൾ ഒരു കലാപവും സൃഷ്ടിക്കുന്നില്ല. അത് ഈ ആത്മീയ ചികിത്സയെ നേർവഴിക്ക് നടത്തുന്ന ഒരു രൂപത്തിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതില് ഏതൊരു വിഭാഗത്തിലും ഉണ്ടാകും പിന്നെ നല്ലതും പുഴുക്കുത്ത് വീണതും. അപ്പൊ പുഴുക്കുത്ത് വീണ ഇത് ആത്മീയ ചികിത്സയല്ല ഷെരീഫ തങ്ങളുടേത് ഞാൻ മനസ്സിലാക്കുന്നു.
മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ധൈര്യപൂർവ്വം അവതരിപ്പിക്കുന്ന എഴുത്തുകാരിയാണ് ഷെരീഫ തങ്ങളെന്നും ആത്മീയ ചികിത്സയുടെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് പുസ്തകത്തിലുടനീളം പ്രകടമാണെന്നും എഴുത്തുകാരിയായ എം എ ഷഹനാസ് പറഞ്ഞു. ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് ഈ കാലത്ത് ആത്മീയ